ന്യൂനപക്ഷങ്ങൾ ഇടതുപക്ഷത്തിനൊപ്പം ചേർന്ന് നിൽക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ന്യൂനപക്ഷങ്ങളെ വർഗീയവൽക്കരിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും ശ്രമിക്കുന്ന ശക്തികളെ തിരിച്ചറിയണം. ഇടതുമുന്നണി ന്യൂനപക്ഷങ്ങളെ എല്ലാ കാലത്തും സവിശേഷതയോടെ കണ്ടു. അവരുടെ ആശങ്ക കേൾക്കാനും പരിഹരിക്കാനും ഈ സർക്കാർ എന്നും തയ്യാറായിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി ചിന്താവാരികയിൽ എഴുതിയ ലേഖനത്തിൽ. വിജയൻ വായനോട് വിശദാംശം നൽകും. വിജയൻ, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷങ്ങൾ കാര്യമായി CPM-നെ ഈ സർക്കാരിനെ കൈവിട്ടു എന്ന സ്വയം വിമർശനത്തിന്റെ ഒരു ഘട്ടത്തിൽ തന്നെയാണ് ചിന്താവാരികയിൽ മുഖ്യമന്ത്രിയുടെ ലേഖനം പ്രത്യക്ഷപ്പെടുന്നത്. എന്താണ് അതിന്റെ ഉള്ളടക്കം? അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാണ് മലപ്പുറം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ CPM-നും LDF-നും നേരിട്ടത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് അനുകൂലമായ നിലപാടാണ് സംസ്ഥാന സർക്കാർ എക്കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്, പ്രത്യേകിച്ച് ഇടതുപക്ഷം സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ള ഒരു കണ്ടന്റോടുകൂടിയുള്ള ഒരു ചിന്താവാരികയിൽ എഴുതിയ ലേഖനം മുഖ്യമന്ത്രി ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. ന്യൂനപക്ഷങ്ങൾ ഇടതുപക്ഷത്തിനൊപ്പം ചേർന്ന് നിൽക്കണം എന്നുള്ളതാണ് മുഖ്യമന്ത്രി ഈ ലേഖനത്തിൽ വ്യക്തമാക്കുന്നത്. ന്യൂനപക്ഷങ്ങളെ വർഗീയവൽക്കരിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും ശ്രമം ശക്തമായി നടക്കുന്നു. അത് ന്യൂനപക്ഷങ്ങൾ തിരിച്ചറിയണം. ഇടതുമുന്നണി ന്യൂനപക്ഷങ്ങളെ എക്കാലത്തും സവിശേഷതയോടെയാണ് കണ്ടിട്ടുള്ളത്. അവരുടെ ആശങ്കകൾ കേൾക്കാനും പരിഹരിക്കാനും ഈ സർക്കാർ എന്നും തയ്യാറായിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി ലേഖനത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ നവകേരള സദസ്സിന്റെ ഭാഗമായി മുസ്ലിം ന്യൂനപക്ഷങ്ങളെ പ്രത്യേകമായി വിളിച്ച് നടത്തിയ സംവാദ സദസ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ലേഖനത്തിൽ മുഖ്യമന്ത്രി വിശദീകരിക്കുന്നുണ്ട്. അന്ന് നിയമസഭയിലെ ശങ്കരനാരായണ തമ്പി ഹാളിൽ നടത്തിയ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ മാത്രമായി വിളിച്ചു നടത്തിയ സംവാദം ഉൾപ്പെടെ ലേഖനത്തിൽ മുഖ്യമന്ത്രി വിശദീകരിക്കുന്നുണ്ട്. അവരുടെ ആശങ്കകൾ, ഏതെങ്കിലും തരത്തിലുള്ള ആശങ്ക അവർക്കുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ എക്കാലവും കഴിഞ്ഞ 10 വർഷമായി LDF സർക്കാർ ശ്രമിച്ചിട്ടുണ്ട്. അതിനു മുമ്പും ഇടതുമുന്നണി ഇക്കാര്യത്തിൽ പ്രതിജ്ഞാബദ്ധമായി നിന്നിട്ടുണ്ട് എന്ന കാര്യവും ലേഖനത്തിൽ മുഖ്യമന്ത്രി വിശദീകരിക്കുകയാണ്. എന്തായാലും സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ന്യൂനപക്ഷ മേഖലകളിൽ ഉണ്ടായിട്ടുണ്ട് എന്ന വിലയിരുത്തൽ കഴിഞ്ഞ ദിവസം ചേർന്ന CPM-ന്റെ നേതൃയോഗങ്ങൾ നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് നിലവിൽ ഇപ്പോൾ ചിന്താവാരികയിൽ മുഖ്യമന്ത്രിയുടെ ന്യൂനപക്ഷങ്ങളെ കൂടെ ചേർത്താണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഇടതുപക്ഷം അത്തരത്തിലുള്ളൊരു നിലപാടാണ് സ്വീകരിച്ച് പോകുന്നത് എന്നുള്ള ഒരു അഭിപ്രായം ഉൾപ്പെടെ രേഖപ്പെടുത്തുന്ന ലേഖനം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്.